എന്റെ മോളെ കളഞ്ഞിട്ടാ ദേ ഇപ്പൊ ഈ കൊച്ചിനെ കെട്ടിയേക്കുന്നത്. ഞാൻ തന്റെ മോളെ കെട്ടിയിട്ടൊന്നുമില്ല. ഇല്ലേ? എന്നിട്ട് ഇതുവരെ നീ പറഞ്ഞത് അവള് നിന്റെ ഭാര്യയാണെന്നാണല്ലോ. നിന്റെ കൂടെയല്ലടാ അവൾ ഇത്രയും നാൾ പുറത്തത്. നിന്റെ കൂടെയല്ലടാ കള്ള അവൾ ഇത്രയും കാലം ജീവിച്ചത്. നിങ്ങൾക്ക് ആള് തെറ്റിയതാ. ഞാൻ തന്റെ മോളെ കെട്ടിയിട്ടില്ല. കെട്ടിയത് ആരാണെന്ന് താൻ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കും. കാര്യം അറിയാതെ എന്റെ നേരെ കയറാൻ വന്നാലുണ്ടല്ലോ. അയ്യോ എന്റെ ഭഗവാനെ, ഇവൻ പറയുന്നത് കേട്ടോ, പച്ചക്കള്ള അവൻ തട്ടിവിടുന്നത്. ഈ അമ്പലത്തിൽ വച്ചാ ഇവൻ എന്റെ മോളെ കെട്ടിയത്. അതിനെന്താ തെളിവ്? തെളിവുണ്ട്, സാക്ഷിയുണ്ട്. ആരാ സാക്ഷി? ഞാൻ തന്നെയാ സാക്ഷി. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഇവൻ എന്റെ മോളെ കെട്ടി ഇതുപോലെ മാലയിട്ടുകൊണ്ട് ഇതുവഴി ഇറങ്ങി വരുന്നത്. അത് തന്റെ കണ്ണിന്റെ കുഴപ്പമായിരിക്കും. കള്ള് കുടിച്ച് വെളിവില്ലാതെ ഏതാണ്ടൊക്കെ കണ്ടു എന്ന് വിളിച്ച് പറഞ്ഞ ഇതൊക്കെ ആരാ വിശ്വസിക്കുന്നേ? തെളിവുണ്ട്, തെളിവുണ്ട്. ഇപ്പൊ കാണിച്ചു തരാം. ഇയാൾ ഇവനോട് കാശ് വാങ്ങിയിട്ടാ എന്റെ മോളെ ഇവന് കെട്ടിച്ചു കൊടുത്തത്. കയ്യിന്ന് വിടറോ? വിടാൻ ഇല്ലെന്ന് പറയാൻ പറ്റുള്ളൂ. കയ്യിന്ന് വിട്. എന്റെ മോളെ കെട്ടിയത് ഇവനല്ലായിരുന്നോടോ? താൻ എന്തൊക്കെയാ ഈ പറയുന്നത്? ഈ പയ്യനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഇവിടെ അങ്ങനെ ഒരു കല്യാണമേ നടന്നിട്ടില്ല. എടാ പെരുങ്കള്ള കുറുപ്പേ, താനീ തെമ്മാടി വിവാഹ തട്ടിപ്പുകാരന്റെ കയ്യാളാണല്ലേ? അനാവശ്യം പറഞ്ഞോണ്ടിയോ? നിന്റെ കൂമ്പ് ചാടിച്ചു. ഞാൻ പറയും. തനിക്ക് കാണിക്കല്ലേ, എനിക്കത് പറയാൻ പാടില്ല. എടി പെങ്കൊച്ചേ, നിന്റെ കാര്യം പോക്ക. 2 മാസം, ഏറിയ 3. അത് കഴിയുമ്പോ നിന്നെ കളഞ്ഞിട്ട് ഇവൻ അടുത്ത ജില്ലയിലേക്ക് പോകും. ഇനിയൊരു അക്ഷരം താൻ പറഞ്ഞ തന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. വിട്ടേക്ക് വിട്ടേക്ക് വിട്ടേക്ക്. കള്ളു കുടിച്ചിട്ട് ബോധമില്ലാതെ പറയുന്നല്ലേ, വിട്ടേക്ക്. പിന്നെയും പറയണു, കള്ള എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ ബ്രാൻഡിയെ കുടിക്കും. അത് കിട്ടിയില്ലേ റമ്മ്. ഇവിടെ ഇപ്പൊ അതല്ലല്ലോ വിഷയം. ഒന്നും മിണ്ടായിരിക്കടോ. നിങ്ങൾ പോവാൻ നോക്ക്. നീ പോകൂടാ? നീ ഇവിടെ കൊണ്ട് പോവോ? ഇതിന് സമാധാനം ഉണ്ടാക്കിയിട്ട് നീ ഇവിടുന്ന് പോയാ മതി. കയ്യിന്ന് പറ. ഇല്ലടാ, എന്നെ കൊന്നിട്ടേ നീ ഇവിടുന്ന് പോകും. കൊല്ലടാ, കൊല്ലടാ എന്നെ. എടാ നിങ്ങൾ എന്താ ചെയ്യുന്നേ? എടാ അവൻ കല്യാണ തട്ടിപ്പുകാരനാടാ. എടാ ഇവിടെ വിടല്ലേ? എടാ അവനെ പോകാൻ വിടല്ലേ? എടാ തട്ടിപ്പുകാരനാണ് അവൻ. പറയുന്നത് കേൾക്കുന്നത് നിങ്ങൾക്ക് വല്ല അറിയോ? എടാ എന്റെ മോളെ പറ്റിച്ചതാ. എന്നെ വിട്ടണം. അയാളവിടെ വിട്. നിങ്ങൾ കല്യാണം കഴിഞ്ഞല്ലേ, അവിടെ പോയി കാര്യം നോക്കാൻ നോക്ക്. പോ 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 പോയെ പോയെ. സമയം കളയാതെ വീട്ടിൽ പോവാൻ നോക്ക്. കുറുപ്പേ, എനിക്ക് ആ രജിസ്റ്റർ ഒന്ന് കാണണം. ഏത് രജിസ്റ്റർ? താൻ കിടന്ന് ഉരുളണ്ട. എന്റെ മോളെ കെട്ടിയത് ആരാണെന്ന് എനിക്കറിയാം. അതിലുണ്ടാവും അതിന്റെ രേഖ. അതെനിക്ക് കാണണം. ആര് പറയുന്ന സത്യമെന്ന് അത് കണ്ടറിയാലോ. അത് താനും കൂടെ എടുത്തോണ്ട് വന്നേ. വഴിയെ പോകുന്നവരെയൊക്കെ രജിസ്റ്റർ കാണിക്കലല്ല എന്റെ ജോലി. താൻ പോയി ഉള്ള നേരത്ത് കുടുംബം പറ്റാൻ നോക്ക്. താനെന്താ എന്നെ കളിയാക്കണോ? മര്യാദക്ക് പറയുന്നത് കേൾക്കുന്ന നല്ലത്. അല്ലേ താൻ വിവരം അറിയും. എടാ സുമേഷ്, രാജപ്പ, അനിക്കുട്ട, വാ 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 വാ. എന്താ ഇവന് രജിസ്റ്റർ കാണണമെന്ന്. രജിസ്ട്രാറാ?
ഓഹോ, നന്നായിട്ടൊന്ന് പെരുമാറണം. ഡാ ഗോപി, നീ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണം. ഇയാള് കള്ളം കുടിച്ച് വന്ന് കാണിക്ക വെച്ച് തല്ലിപ്പൊട്ടിച്ചപ്പോ ഞാൻ തടയാൻ ചെന്ന് എന്നെ തല്ലി ഇയാള്. അയ്യോ, ദേ ഇയാൾ കള്ളം പറയുന്ന. ദേ, ഞാനാരും ദേ ചെയ്തിട്ടില്ല. കള്ളം പറഞ്ഞോണ്ടല്ലോ. എടാ, വന്ന് എന്റെ- അയ്യോ, ദേ എന്നെ കൊണ്ടുവന്നേ. അയ്യോ, അയ്യോ, ദേ എന്നെ കൊണ്ടുവന്നേ. ഇന്നവന്റെ നല്ല കാലം. പുള്ളരവന്റെ രജിസ്റ്റർ ഓഫീസ് പൂട്ടും. പുള്ളരെടുത്താ അവന്റെ കളി. ദാ അമ്മേ. ചന്ദ്രത്ത് പോവാന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പൊ അങ്ങോട്ട് പോവാനേ തോന്നുന്നില്ലടി. എങ്ങനെ തിളങ്ങി നിന്ന വീടാ, ആളും അനക്കും ഇല്ലാതെ കിടക്കണ കാണുമ്പോ കയ്യും കാലും തളർന്നു പോകുന്ന പോലെ. പ്രഭാന്റെ ഇല്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നേ. പ്രഭാന്റെ ഇല്ലാത്ത ചന്ദ്രത്ത് വീട് ശോകം തന്നെയാ. ഐശ്വര്യമായിട്ട് വലതുകാല് വെച്ച് ഇറങ്ങി രണ്ടാളും. എടാ, ആദ്യം ഇറങ്ങി പരിസരമൊക്കെ ഒന്ന് നോക്കടാ. എന്തിന്? ഇനി പരിസരം നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. കിട്ടാനുള്ള എന്തായാലും കിട്ടും. ദാ, നീ പേടിപ്പിക്കാതെ ഒന്ന് ശകുനം നോക്കടാ. ഉം. ഹായ് നന്ദേട്ടാ. ആഹാ, ഹായ്. പണി തുടങ്ങി മോനെ. ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഇപ്പൊ വന്നോളൂ. നോക്കി നിന്നോ. ഈ വീട്ടിലെ ഗൗരിയുടെ ഏറ്റവും വലിയ ശത്രു ഇവളായിരിക്കും. ചേച്ചി വിളിച്ചോണ്ട് വന്നിട്ട് ആരെയാടി? അവളെ തന്നെ. ദേവിയേച്ചി, നിനക്കിപ്പോ സമാധാനായല്ലോ. ഒന്നും പറയണ്ടടി. എനിക്കറിയായിരുന്നു ആ കുരുത്തം കെട്ടവൻ അങ്ങനെ തന്നെ ചെയ്യുമെന്ന്. നീ അവൻ ശരിയാക്കി തരാം. മാറി അങ്ങോട്ട്. നീ ഇനി ഒന്നും പറയണ്ട. ആ ഗൗരിയുടെ കാര്യം പറഞ്ഞപ്പോ അവൻ എന്നോട് ചാടി കടിക്കാമെന്ന് നിങ്ങളൊക്കെ കണ്ടതല്ലേ? അപ്പോഴേ ഞാൻ മനസ്സിൽ കണ്ടതാ. അവളെ വിളിച്ചോണ്ട് അവൻ പിന്നെ ഇങ്ങോട്ട് വരുമെന്ന്. ഇപ്പൊ ശരിയായല്ലോ. അവനെ ഞാൻ ഇന്ന് കൊല്ലുടി. ഞാനൊന്ന് പറഞ്ഞോട്ടെ. വേണ്ടടി, മിണ്ടി പോലെ അസത്തെ. നീ ഒറ്റൊരുത്തി അതിനൊക്കെ കാരണം. അവന് ഓരോന്ന് ഓതി കൊടുത്ത് അവനെ പറഞ്ഞു തിരിച്ച് നീയാ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി. പോടി അങ്ങോട്ട്. ഞാൻ ശരിയാക്കി തരാടി. ഉറുമേച്ചി, ഈ ഏട്ടൻ ഇത് എന്തിന്റെ കേടാ? ഉറുമേച്ചി, അതല്ല ഏട്ടൻ. നീ ഒന്നും പറയണ്ട. സ്വന്തം കാര്യം നോക്കാതെ വല്ലവർക്കും വേണ്ടി ഈ ഏട്ടൻ ഒന്നും പറയാനും സമ്മതിക്കുന്നില്ലല്ലോ. എടാ നാണം കെട്ടവനെ, ഇവനെ ഞാൻ നിന്നെ വിളിക്കുന്നുണ്ട്. എന്നാ പിന്നെ ഞാൻ പോട്ടെ. നിക്ക് ചിലപ്പോ ആ വിളി നിന്നെ ആയിരിക്കും. ദാ, ചെല്ലു ചെല്ലണം. എന്തിനാ അവള്?
ഈ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയതല്ലേ ഞാൻ അവളെ. നിക്കണം നിപ്പോട്ടില്ലേ അവന്റെ പൂമാലയും ബൊക്കയും. എന്താണോ ഒന്നും പറയാത്തെ? ഒരു നിമിഷം ഞാൻ ഇവളോട് വെച്ച് പൊറപ്പിക്കില്ല. നീ എന്താ വിചാരിച്ച എന്നെ കുറിച്ച്? അവളെ വിളിച്ചോട്ട് ഈ നിമിഷം ഇവിടെ ഇറങ്ങിക്കൊള്ളും, മനസ്സിലായോ? അവനെന്റെ മുന്നിൽ വന്ന് നിക്കണു. അമ്മ കാര്യം അറിയാതെ ഒച്ച എടുക്കുന്നത്. മിണ്ടരുത് നീ. നീ ഒന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ നോക്കണ്ട. നീ എന്ത് പറഞ്ഞാലും ഞാൻ ഇതിനെ സമ്മതിക്കില്ലടാ. ആന്റി ഞങ്ങളൊന്നും പറഞ്ഞോട്ടെ. മോനെ അതിന് കൂട്ടി നിന്നല്ലേ? എല്ലാം അറിഞ്ഞിരുന്നോണ്ട് എന്നോട് എന്തിനാ ഈ ചതി ചെയ്തത്? വേണ്ടായിരുന്നു മോനെ. അവളെ ഈ മിറ്റത്തേക്ക് വന്ന എന്തോരായടാ എന്നെ ഇട്ടിങ്ങനെ ബുദ്ധിമുട്ടിക്കണ നീ. അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇതാരാന്ന് വിചാരിച്ചോണ്ടാ? ഏട്ടൻ കൊണ്ടുവന്നത് ദേവിയേച്ചി അല്ല. പിന്നെ ആരാ? മോളായിരുന്നോ? വാ ഇങ്ങോട്ട്. അവളുടെ നിപ്പുണ്ടോ? ദേ കുരുത്തം കേട്ടോളെ. നീ എന്തുവാടി അവിടെ ഒന്ന് പറഞ്ഞത്? മനുഷ്യന്റെ നല്ല ജീവൻ അങ്ങ് പോയി. ഞാൻ എന്ത് ചെയ്തു? മുഴുവനും പറയിപ്പിക്കാതെ അവിടെ ഓടിയതല്ലേ? നിന്റെ ഓട്ടം പറച്ചിലൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ദേവിക കൊണ്ടുവന്നു. അവളെ ഇവിടെ പൊറപ്പിക്കാൻ നടക്കാണല്ലോ നീ. അപ്പൊ നിനക്ക് അമ്മ പറയണത് കേൾക്കാൻ അറിയാം. എന്നാലും ആരോടൊന്നും പറയാതെ കല്യാണത്തിന് അന്ന് തന്നെ നീ വിളിച്ചോണ്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ലടാ. നീ എന്റെ മോൻ തന്നെയാടാ. ഇതെങ്ങനെ സാധിച്ചു? അച്ഛനും അമ്മയൊന്നും വീട്ടിലില്ലായിരുന്നോ? അയ്യോ, എനിക്കതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോളെ. എന്തായാലും ഏട്ടന്റെ ആഗ്രഹം പോലെ തന്നെ നടന്നല്ലോ. കഥയൊക്കെ നമുക്ക് സൗകര്യം പോലെ പിന്നെ പറയാം. അടുത്ത പരിപാടി പറ. ഇനി പറയാനെന്താ? ലക്ഷ്മി വന്ന് മുറ്റത്ത് നിന്ന വിളക്കെടുത്ത് സ്വീകരിക്കണം. നീങ്ങ വന്നേ, വാ ഇങ്ങോട്ട് മറിക്ക. എല്ലാം ഒന്ന് ശരിയാക്കണം. അപ്പോ ആ കാര്യത്തിൽ സമാധാനമായി. ഫസ്റ്റ് റൗണ്ട് നീ രക്ഷപ്പെട്ടു. കൺഗ്രാറ്റ്സ്. ഇങ്ങ ഇറങ്ങി വന്നേ. നിന്റെ ഏട്ടത്തിയാ വന്നിരിക്കുന്നേ. ഒരു ഏട്ടത്തി? അവള് ദേവികയുടെ സെറ്റ്. നീ വന്നത് ഒട്ടും ഇഷ്ടായിട്ടില്ല. എന്റെ മോളിങ് വന്നേ. ഒരു ഏട്ടത്തി വന്നിരിക്കുന്നു. പോരെടുക്കാനൊക്കെ അറിയോ? പഠിച്ചോളാം, യൂട്യൂബില് കാണുമല്ലോ. അമ്മയാ, 5-6 വട്ടം വിളിക്കുന്നു. നിങ്ങള് വലത് വലിച്ച് കയറുമ്പോ ഞാൻ അങ്ങോട്ട് പോകും. ആ ദേ വരുന്നു. ദേ ചെക്കൻ പണിച്ചെന്നേ.
ദൈവത്തെ മനസ്സിൽ വിചാരിച്ച് കേറിക്കോ. വലതുകാലം വെച്ച് കേറിക്കോ മോളെ. മുരളിയേട്ടൻ നന്ദുവിനെ വിളിച്ച് എന്റെ കല്യാണമാ, നീ വരുന്നെങ്കി വാന്ന് പറയുമ്പോഴാ ഞങ്ങള് വിവരം അറിയുന്നേ. നന്ദു അപ്പ തന്നെ പോയി. ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞു. ഇന്നലെ ഞാനും നന്ദുവും കൂടി ഗൗരിയുടെ കാര്യം മുരളിയേട്ടനോട് ഒത്തിരി പറഞ്ഞു നോക്കി. ഇത്രയും കാലം സ്നേഹിച്ചതല്ലേ, മുരളിയേട്ടനെ മറന്ന് ഗൗരിക്ക് ജീവിക്കാൻ കഴിയില്ല. ആ പാവം കരഞ്ഞു കരഞ്ഞ് ജീവിതകാലം കഴിയേണ്ടി വരും, എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ടും കക്ഷിക്ക് ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. എന്തൊരു ദുഷ്ടനാണെന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുകയും ചെയ്തു. എന്നിട്ടിപ്പോ ചെയ്തത് കണ്ടോ? സിനിമ സ്റ്റൈലില് വിളിച്ചിറക്കിക്കൊണ്ടുവന്ന് താലി കെട്ടി. ഗൗരിക്ക് ഭാഗ്യമുണ്ട്. സിദ്ധാർത്ഥ സാർ, ഹൗ ഡു യു ഫീൽ? കുറെ കൂടി ബെറ്റർ ആയിട്ടില്ലേ? ഉണ്ട് സർ. ഫുഡൊക്കെ കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ടല്ലോ? ആ, കഴിക്കുന്നുണ്ട്. പറഞ്ഞ ക്വാണ്ടിറ്റി എങ്ങനെയെങ്കിലും കഴിപ്പിക്കണം. പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞു തന്ന നമ്പേഴ്സൊക്കെ ഡെയിലി ചെയ്യുന്നുണ്ടല്ലോ? ഉണ്ട്. അന്ന് ICUയിൽ വെച്ചുണ്ടായ പോലെ പിന്നെന്തെങ്കിലും പറയാൻ ശ്രമിച്ചോ? ഒരു വേടെങ്കിലും? പിന്നെ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. ലുക്ക് ദേവിക, അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിക്കണം. അതിന് അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടേയിരിക്കണം. ഏതെങ്കിലും ഒരു മൊമെന്റിൽ പേഷ്യന്റ് റിപ്ലൈ ചെയ്യും. യു ഗോട്ട് ഇറ്റ്? ഷുവർ സർ, ഞങ്ങൾ അതുപോലെ ചെയ്യുന്നുണ്ട്. മെമ്മറി എങ്ങനെയാണ്? ഐ മീൻ, കഴിഞ്ഞു പോയ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ ചിരിക്കുകയോ കരയുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഞാൻ ചിലതൊക്കെ പറയുമ്പോ ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കയ്യോ കാലോ അനക്കാൻ ശ്രമിക്കുകയോ സംസാരിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ അതിനെ മാക്സിമം എൻകറേജ് ചെയ്യണം. നമ്മുടെ കെയറിംഗ് പോലെ ഇരിക്കും പേഷ്യന്റിന്റെ ലൈഫിലേക്കുള്ള തിരിച്ചുവരവിന്റെ സ്പീഡ്. എത്ര മൈന്യൂട്ടായിട്ടുള്ള മൂമെന്റ്സും സീരിയസ് ആയിട്ട് എടുക്കണം. ഓക്കെ? ഓക്കെ സാർ, നാളെ കാണാം. നാളെ കാണുമ്പോൾ സാർ എന്നോട് ഗുഡ് മോർണിംഗ് പറയണം. ഓക്കെ? ശരി സാർ. ഡോക്ടർ, അനുസരണക്കേട് കാണിച്ചതും ഭക്ഷണം മുഴുവൻ കഴിക്കാത്തതും ഒന്നും ഇപ്പൊ ഞാൻ ഡോക്ടറോട് പറഞ്ഞു കൊടുത്തില്ല. വെറുതെ വഴക്ക് കേൾപ്പിക്കണ്ടെന്ന് കരുതിയ. ഇനി ഡോക്ടർ പറഞ്ഞതുപോലെയൊക്കെ കേട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും. വേഗം പഴയതുപോലെ കേരളം മൊത്തം ഓടി നടക്കണ്ടേ? നിയമസഭയെ കിടിലം കൊള്ളിച്ച് തട്ടുപൊളിപ്പം പ്രസംഗങ്ങൾ പറയണ്ടേ? ഒന്ന് വേഗം ആവട്ടെ, എന്തെങ്കിലും ഒന്ന് പറയേ. എന്നെ 2 ചീത്ത വിളിച്ചാലും മതി. ഈ കൈ പൊക്കി ഒരടി അടിച്ചോ. തല്ലാൻ പാകത്തിന് 2 വർത്തമാനം പറയട്ടെ ഞാൻ.
ഇനി നീ പൊയ്ക്കോ. ആന്റി ഞാൻ നിന്നോട് പറഞ്ഞ ജോലി ചെയ്താ മതി, ഓവറാക്കണ്ട. പറഞ്ഞത് മനസ്സിലായല്ലോ? കുറച്ചു നേരം പോയി റെസ്റ്റ് എടുത്തോ ദേവികെ. ഇവിടെ ഇപ്പോ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. പൊയ്ക്കോ. പൊയ്ക്കോ. കൊടുക്ക. അച്ഛൻ വാതിർക്ക് കഴിക്കേ. അവള് പകുതി കൊടുത്തല്ലേ, മതിയായിരിക്കും. എന്തായി? കല്യാണത്തിന് തടസ്സമൊന്നും ഉണ്ടായില്ലല്ലോ? എല്ലാം മംഗളമായി നടന്നു എന്ന് തന്നെ പറയാം. പക്ഷേ എന്താ പ്രശ്നം വല്ലതും ഉണ്ടായോ? പ്രശ്നം ഉണ്ടാകാതിരിക്കില്ലല്ലോ. പക്ഷേ അല്പം വൈകിപ്പോയി. എന്ത്? ഗൗരിയുടെ അച്ഛൻ വന്നതേ താലികെട്ട് കഴിഞ്ഞ, പിന്നൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ലേലും എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ ആർക്കും ആ കല്യാണം തടയാൻ പറ്റില്ലല്ലോ. അതെ, എന്നാലും ഇത്രയൊക്കെ അവന്റെ കയ്യിലുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. എല്ലാരും ഞെട്ടിച്ച് സിനിമ സ്റ്റൈലല്ലേ പകയൻ കാര്യം നടത്തിയത്. ഗൗരിയെ സമ്മതിക്കണം, കല്യാണ ദിവസം രാവിലെ കാമുവിന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത്. ഇത് പത്രത്തിൽ വാർത്തയാവുമ്പോ ഗൗരിയും മുരളിയും വില്ലൻ കഥാപാത്രങ്ങളാവും. അവരുടെ പ്രണയവും ജീവിതമൊന്നും ആരും നോക്കില്ല. പെറ്റമ്മയും കുടുംബത്തെയും ചതിച്ച് കാമുവിനൊപ്പം കല്യാണ ദിവസം ഒളിച്ചോടിയ അംഗനവാടി ടീച്ചറെ സോഷ്യൽ മീഡിയയിൽ പൊങ്കാലയിടും. എന്തൊക്കെയായാലും അവരവരുടെ പ്രണയം സാധ്യമാക്കി അന്തസ്സായിട്ടാ ജീവിക്കാൻ പോകുന്നത്. ഗൗരി മുരളിയേട്ടന് ഇണങ്ങിയ ആളാ, കട്ടയ്ക്ക് കൂടിക്കോളും. പിന്നെ അവിടെ ചെന്ന് കയറിയപ്പോ മുരളിയേട്ടന്റെ അമ്മ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. അങ്ങനൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ നല്ല ഹാപ്പി ആയിട്ടാ ഭാർഗവി ആന്റി അവരെ സ്വീകരിച്ചത്. മുരളിയേട്ടനും ഗൗരിക്കും ഭാഗ്യമുണ്ട്, അവരുടെ പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞല്ലോ.